പിതാവിന് 4 ആൺമക്കളുണ്ടായിരുന്നു. അവർ വളർന്നു വരവേ നാടിനെ കുറിച്ച് കണ്ട് അറിഞ്ഞിരിക്കണം എന്ന് ആഗ്രഹിച്ച പിതാവ് അവരെ നാട് ചുറ്റാനായി അയക്കാൻ തീരുമാനിച്ചു. ഓരോ വ്യത്യസ്ത കാലഘട്ടങ്ങളിലായിട്ടാണ് ആ പിതാവ് ഓരോരുത്തരെയും നാട് കാണാൻ അയച്ചത്. ഏതാനും ആഴ്ചകൾ നാട് ചുറ്റി അവർ ഓരോരുത്തരായി മടങ്ങി വന്നു. ഏറ്റവും അവസാനത്തിനും മടങ്ങി വന്ന ശേഷം പിതാവ് എല്ലാവരെയും ഒരുമിച്ച് വിളിച്ചു അവർ കണ്ട കാഴ്ചകളെ കുറിച്ച് ചോദിച്ചറിയാനായി. ഒന്നാമത്തെ ആൾ ശിശിരകാലത്ത് പോയി വന്നയാളായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നാട് മുഴുവൻ മഞ്ഞ് മൂടിക്കിടക്കുകയാണ്, ഇലകളും മരങ്ങളും എല്ലാം മഞ്ഞിനടിയിലാണ്. രണ്ടാമത്തെ ആൾ അത് നിഷേധിച്ചു. മരങ്ങളിൽ ഇലയും കൊമ്പുകളും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അയാൾ പക്ഷേ വസന്തകാലത്ത് പോയ ആളായിരുന്നു. മൂന്നാമത്തെ ആൾ 2 പേരെയും നിഷേധിച്ചു. ശിശിരകാലത്താണ് അദ്ദേഹം പോയിരുന്നത്. അവിടെ കായകളും പൂക്കളും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. നാലാമത്തെ ആൾ എല്ലാവരെയും ഖണ്ഡിച്ചു. അദ്ദേഹം പോയത് ശരത്കാലത്തായിരുന്നു. നാട് എത്ര ഫലഭൂയിഷ്ടമാണ്, എത്ര നല്ല പഴങ്ങളാണ്, ഇത്ര രുചികരമായ പഴങ്ങൾ ഒരിക്കലും കഴിച്ചിട്ടേയില്ല. അവർ തർക്കിക്കാൻ ആരംഭിക്കും മുമ്പ് പിതാവ് അവരെ തടഞ്ഞു. നിങ്ങൾ കണ്ട കാഴ്ചകൾ എല്ലാം ശരി തന്നെയാണ്, നിങ്ങൾ കാണുമ്പോൾ അത് അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. എന്നാൽ എല്ലാ കാഴ്ചകളും കൂടുന്നതാണ് ശരിയായ കാഴ്ച. കാഴ്ചകൾ കാലങ്ങൾക്കും അതീതമായിരിക്കട്ടെ. ഞാൻ പള്ളിക്കൂടം ആരംഭിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഋതുഭേദങ്ങൾ തിരിച്ചറിയുന്നവർ പിന്നാലെ വരുന്നവർക്ക് ഉത്തമരായ വഴികാട്ടികൾ തന്നെയാണ്. കുഞ്ഞുമക്കളെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ കൈപിടിച്ച് മുമ്പോട്ട് നടത്തുന്ന പിതാവിന്റെ സ്നേഹം കാലഭേദങ്ങളെ അതിജീവിക്കുന്ന സ്നേഹവും വാത്സല്യവും ഒക്കെ തന്നെയാണ്. ഒന്ന് പറഞ്ഞാൽ സൃഷ്ടിയും പരിപാലനവും ഒക്കെ അറിയുന്ന ദൈവത്തിന്റെ നമ്മുടെ മുമ്പിലുള്ള പ്രതിബിംബം തന്നെയല്ലേ നമ്മുടെ പിതാവ്. ദൈവം സ്നേഹം തന്നെ. അഭിനന്ദ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്തയുടെ സന്ദേശം തുടരുന്നു. ഇന്ന് പിതാവിന്റെ സ്നേഹം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കുഞ്ഞു കൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ദൈവം സ്നേഹം തന്നെ. ഇതേ സംബന്ധിച്ചാണ് കഴിഞ്ഞ ഞായറാഴ്ച നാം പ്രത്യേകമായി ശ്രദ്ധിച്ചത്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 8-ഉം 16-ഉം വാക്യങ്ങളിൽ ആവർത്തിച്ചു പറയുന്ന ആഴമായ ഒരു സത്യമാണ് ദൈവം സ്നേഹം തന്നെ. ദൈവത്തിന് ഒരു നിർവചനം നമുക്ക് കൊടുക്കാനാവുമോ? ഒരിക്കലും സാധ്യമല്ല. ഒരു നിർവചനത്തിനുള്ളിൽ ഒതുങ്ങുന്ന ഒരു ഉണ്മയല്ല ദൈവത്തിനുള്ളത്. എങ്കിലും ദൈവം നമ്മളുടെ ഇടയിലേക്ക് വന്ന് ദൈവസ്നേഹം എങ്ങനെ എന്ന് കാണിച്ചു തരുന്നുണ്ട്. എങ്ങനെയാണ് കാണിച്ചു തരുന്നത്? കഴിഞ്ഞ ആഴ്ച നാം ശ്രദ്ധിച്ചത് അത് അമ്മയുടെ സ്നേഹത്തിലൂടെയാണ്. അമ്മ സ്നേഹം തന്നെ. ആ സ്നേഹം ദൈവസ്നേഹത്തെ പ്രകാശിപ്പിക്കുന്നതാണ് എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിച്ചത്. ഇന്ന് നമ്മൾ പ്രത്യേകമായി ഓർക്കുകയാണ് അപ്പൻ സ്നേഹം തന്നെ. മൈ ഫാദർ ഈസ് ലവ്. ദൈവസ്നേഹം ഇന്നെനിക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും എന്ന ചോദ്യത്തിനുള്ള രണ്ടാമത്തെ ഉത്തരമാണ് അപ്പൻ, എൻ്റെ പിതാവ്. മൈ ഫാദർ ലവ്സ് മീ. മൈ ഫാദർ ഈസ് ലവ്. എൻ്റെ അപ്പൻ സ്നേഹം തന്നെ എന്നുള്ളത്. പുറമെ നോക്കുമ്പോൾ അപ്പൻ ഒരല്പം പരുക്കനാണ്. ഈസ് എ റഫ് പേഴ്സൺ എന്ന് നമ്മൾ പലപ്പോഴും ഓർക്കും. അപ്പൻ്റെ അടുക്കലേക്ക് അടുത്ത് ചെല്ലുവാൻ ഒരല്പം അറയ്ക്കുന്നത് പോലെ, ഒരല്പമൊന്ന് മടിക്കുന്നത് പോലെ. അമ്മയുടെ അടുക്കൽ എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാം, ഓടിച്ചെല്ലാം. അപ്പൻ അങ്ങനെയല്ല. പുറമേ ഒരു ഗൗരവഭാവം എപ്പോഴും ഉണ്ടാവും.
ഒരു പരുക്കൻ സ്വഭാവം എന്ന് നമുക്ക് ചിലപ്പോഴൊക്കെ തോന്നാനുള്ള സാധ്യതയുണ്ട്. ഒരിക്കൽ ഒരപ്പൻ ഒരു കുഞ്ഞിനെ, മകനെ നന്നായി ശാസിച്ചു, ഒരല്പം ശിക്ഷയും കൊടുത്തു. ഗൗരവത്തോടുകൂടെ അവനെ ഒന്ന് നോക്കി. ആ മകൻ അപ്പൻ്റെ ഗൗരവവും അപ്പൻ നൽകിയ ശിക്ഷയും ഒക്കെ കണ്ട് ഒരല്പം ഭയത്തോടും ഒരല്പം ഗൗരവത്തോടും കൂടെ സങ്കടത്തോടും കൂടെ ആ കുഞ്ഞ് നിലകൊള്ളുകയാണ്. അപ്പൻ ഉൾമുറിയിലേക്ക് വലിഞ്ഞു. കുറച്ച് കഴിഞ്ഞ ശേഷം ഈ മകൻ ആ ഉൾമുറിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അപ്പൻ വിതുമ്പുകയായിരുന്നു. പുറമേ കാണിക്കുന്നില്ല, പക്ഷേ അപ്പൻ വിതുമ്പുന്നുണ്ട്. എന്തുകൊണ്ട് അപ്പൻ വിതുമ്പിപ്പോയി, സങ്കടപ്പെട്ടു പോയി? അതിൻ്റെ കാരണം ആ അപ്പൻ ആ മകളെ നന്നായി സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെയാണ് അപ്പൻ്റെ പ്രകൃതം. ഏതൊരു പിതാവും അങ്ങനെയാണ്. അവരുടെ ജീവിതശൈലി തന്നെ അങ്ങനെയാണ്. ജീവിത രീതി, ജീവിതത്തിൻ്റെ ഭാവം അങ്ങനെ തന്നെയാണ്. പുറമേ ഗൗരവ പ്രകൃതിയായി നമുക്ക് തോന്നുമെങ്കിലും ആർദ്രമായ ഒരുള്ളം പിതാവിനുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അങ്ങനെയാവുമ്പോൾ നമ്മൾ അപ്പനെ എത്ര ആദരിക്കണം, ആഴമായി അനുസരിക്കണം. അപ്പനോടുള്ള കടപ്പാട് എത്ര അധികമാണെന്ന് നാം ചിന്തിക്കണം. തീർച്ചയായും അമ്മ ഒരു ഹോം മേക്കർ എന്ന് നമ്മൾ സാധാരണ പറയും. കുടുംബത്തിൻ്റെ അകം മുഴുവനും അവർക്കാവശ്യമുള്ള ഭക്ഷണം, വീടിനകത്തുള്ള ക്രമീകരണങ്ങൾ, അവിടുത്തെ വൃത്തിയും അവിടുത്തെ പ്രവൃത്തിയും അമ്മയാണ് നിയന്ത്രിക്കുന്നത്. ഹോം മേക്കർ എന്ന് നമ്മൾ പറയും അമ്മമാരെ. എന്നാൽ അതേസമയം തന്നെ ഈ വീട് മുഴുവനും നടത്തിക്കൊണ്ടു പോകുന്നത് ആരാ? വീടിൻ്റെ അകത്തുള്ള കാര്യം അമ്മ ശ്രദ്ധിക്കുമ്പോൾ വീടിനകത്തുള്ള കാര്യം നടത്തിക്കിട്ടുന്നതിനാവശ്യമായ പുറം കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് ക്രമമായി നടത്തിക്കൊണ്ടു പോകുന്ന ഒരു വലിയ ശ്രമത്തിലാണ് നമ്മളുടെ അപ്പന്മാർ എന്നുള്ളത് പ്രത്യേകം നമ്മൾ അറിയേണ്ടതുണ്ട്. എ ഹോം ഈസ് മെയ്ഡ് ബൈ മൈ മദർ, ബട്ട് മൈ ഹോം ഈസ് റൺ ബൈ മൈ ഫാദർ. എൻ്റെ പിതാവാണ് വീടിനെ ഓടിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വീട് നന്നായി നടത്തിക്കൊണ്ടു പോകുന്നതിന് ആവശ്യമായ പ്രഭവം, സോഴ്സ്, അതിനാവശ്യമായ സാമ്പത്തികം, സാമുദായികം, സഭാപരം എന്നിങ്ങനെയുള്ള വിവിധ തലങ്ങളിലുള്ള കാര്യങ്ങളെല്ലാം ഇണക്കിക്കൊണ്ടു പോകുന്നതിന് ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ ഭവനത്തിലെ അപ്പന്മാരാണ്, പിതാക്കന്മാരാണ്, പിതാവാണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോരുത്തരും ഓരോ റോളിലാണ്, റോൾ മോഡൽസാണ്. അമ്മയുടെ റോൾ ഒന്നാണ്, അപ്പൻ്റെ റോൾ മറ്റൊന്നാണ്. ഓരോരുത്തർക്കുമായി ദൈവം അവരവരുടെ കർത്തവ്യങ്ങൾ വീതിച്ചു കൊടുത്തിട്ടുണ്ട്, പകുത്തു കൊടുത്തിട്ടുണ്ട്, ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വലിയ കാര്യം നമ്മൾ തിരിച്ചറിയണം. പരുക്കൻ പ്രകൃതിയായ, അങ്ങനെ പരുക്കനാണെന്ന് ഭാവിക്കുന്ന ഗൗരവ പ്രകൃതിയായ നമ്മുടെ പിതാവ് സ്നേഹിക്കുന്ന ഒരു ഉള്ളം ഉള്ള ആളാണെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ അത് നമ്മെ വല്ലാതെ സ്വാധീനിക്കും, സംശയമൊന്നുമില്ല. കുഞ്ഞുങ്ങളെ, ഇത് നമ്മൾ തിരിച്ചറിയണം. കഴിഞ്ഞയാഴ്ച നമ്മൾ അമ്മയെ സംബന്ധിച്ച ദൈവം സ്നേഹം തന്നെ, അമ്മ സ്നേഹം തന്നെ, ദൈവം സ്നേഹം തന്നെ,
അപ്പൻ സ്നേഹം തന്നെ. ഇങ്ങനെ നാം ചിന്തിക്കുകയായിരുന്നു. അമ്മയും അപ്പനും സ്നേഹം തന്നെ എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ദൈവസ്നേഹത്തിൻ്റെ പ്രകാശനം നമ്മളിൽ ഇന്ന് രുചിച്ചറിയുന്നതിന് വേണ്ടി ദൈവം ഒരുക്കുന്ന വ്യക്തികളാണ് നമ്മുടെ രക്ഷിതാക്കൾ, മാതാപിതാക്കൾ എന്നുള്ളത് പ്രത്യേകം നമ്മൾ അറിഞ്ഞിരിക്കണം. നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നത് കൽപ്പനയാണല്ലോ, കർത്താവിൻ്റെ കൽപ്പനയാണല്ലോ. ആ കൽപ്പന നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. അപ്പനെയും അമ്മയെയും ബഹുമാനിക്കണം, അവരെ ആദരിക്കണം, അവരെ പ്രായമാകുമ്പോൾ സംരക്ഷിച്ചു കൊള്ളണം. എന്തുകൊണ്ടെന്നാൽ ദൈവസ്നേഹം നമുക്ക് കാട്ടിത്തന്നത് രുചിച്ചറിയുവാൻ ഉപകരണമായി ദൈവം എടുത്തുപയോഗിച്ചത് നമ്മളുടെ അപ്പനെയും അമ്മയെയുമാണ്. അതുകൊണ്ട് അവർക്ക് വിധേയപ്പെട്ടിരിക്കാം. അവരെപ്പോഴും നമ്മെ സംബന്ധിച്ച് നന്മ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. അതുകൊണ്ട് അവർക്ക് വിധേയപ്പെട്ട് അവരെ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് നമുക്ക് വളരുവാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുഞ്ഞുങ്ങളെ, നിൻ്റെ അപ്പനെയും അമ്മയെയും നീ അനുസരിക്കുമോ, ബഹുമാനിക്കുമോ? നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന വലിയ ത്യാഗങ്ങളും കഷ്ടതകളും ദൈവസ്നേഹത്തിൻ്റെ പ്രകാശനങ്ങളാണ്. അവരിലൂടെ ദൈവം നമുക്ക് കാണിച്ചു തരുന്നത് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അപ്പൻ സ്നേഹം തന്നെ. ദൈവം തമ്പുരാൻ ഇത് തിരിച്ചറിയുവാൻ കുഞ്ഞുങ്ങളെ, നിങ്ങളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ജനുവരി 26 പ്രത്യേകത എന്താണ് കൂട്ടുകാരെ? എല്ലാ കൂട്ടുകാർക്കും അറിയാം, ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനമാണ്. ഓരോ രാജ്യത്തെയും വ്യത്യസ്തമാക്കുന്നത് ആ രാജ്യത്തിന്റെ നിലപാടുകളാണ്. അത് എഴുതി വയ്ക്കപ്പെട്ടിരിക്കുന്നത് ഭരണഘടനയിലും. മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഭാരതത്തെ വ്യത്യസ്തമാക്കുന്നത് ഭരണഘടന വിഭാവനം ചെയ്യുന്ന നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ 4 കാര്യങ്ങളാണ്. വലിയ ലോക രാജ്യങ്ങൾക്കിടയിൽ കുഞ്ഞു രാജ്യമായ ഇന്ത്യ വ്യത്യസ്തമാകുന്നത് ഈ 4 കാര്യങ്ങൾ കൊണ്ടാണെങ്കിൽ, നമ്മളേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ദൈവരാജ്യത്തിന്റെ ഭരണഘടന എന്തായിരിക്കും? ഇന്നത്തെ സയൻസ് ഓഫ് ലൈഫിലേക്ക് ദൈവരാജ്യത്തിന്റെ ഭരണഘടന. നമുക്കറിയാവുന്നതുപോലെ ഇന്ത്യ ഇന്ന് എല്ലാ രംഗത്തും വല്ലാതെ പുരോഗമിച്ചിരിക്കുന്നു. അതിലേറ്റവും പ്രധാനം, അധികം താമസിയാതെ ഇന്ത്യ ലോകത്തിലെ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാകുമെന്നുള്ളതാണ്. ഇതിൻ്റെ ലക്ഷണങ്ങൾ നമുക്കിന്ന് ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും കാണുവാനായിട്ട് സാധിക്കും. ഇന്ത്യയുടെ പുരോഗതി മനസ്സിലാക്കണമെങ്കിൽ ഇന്ത്യക്കൊപ്പം സ്വാതന്ത്ര്യം ലഭിച്ച രാഷ്ട്രങ്ങളെയോ ഇന്ത്യയുടെ അയൽ രാഷ്ട്രങ്ങളെയോ ആയിട്ട് ഒന്ന് കമ്പയർ ചെയ്താൽ മതിയാവും. നമുക്കറിയാവുന്നതുപോലെ 1950 ജനുവരി 26 ആണ് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത്. അതാണ് റിപ്പബ്ലിക് ദിനമായിട്ട് നമ്മൾ കൊണ്ടാടുന്നത്. എന്നാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്ത്യൻ നേതാക്കന്മാർ സ്വതന്ത്ര ഇന്ത്യക്ക് ഒരു ദിശാബോധം കൊടുക്കുന്നതിനുള്ള ഒരു ഭരണഘടനയെപ്പറ്റി ദീർഘമായ പഠനങ്ങളും ചിന്തകളും നടത്തിയിരുന്നു. അതിൻ്റെ ഫലമാണ് നമ്മൾ ഇന്ന് കാണുന്ന മനോഹരമായ ഈ ഭരണഘടന. ഈ ഭരണഘടനയുടെ പ്രാധാന്യം കൊണ്ടാണ് നമ്മൾ സോഷ്യലിസ്റ്റ് ടെക്സ്റ്റ് ബുക്കുകളിൽ ഇതിനെപ്പറ്റി ദീർഘമായിട്ട് പഠിക്കാറുള്ളത്. എന്താണ് ഇന്ത്യൻ ഭരണഘടനയെ ഇത്ര ജീവസുറ്റതാക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയെ ജീവസുറ്റതാക്കുന്നത് ഓരോ പൗരൻ്റെയും വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടിയിട്ടുള്ള 4 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ അത് ഉറപ്പുവരുത്തുന്നു എന്നുള്ളതാണ്. ഒന്ന്, ജസ്റ്റിസ്, നീതി.
2 ലിബർട്ടി സ്വാതന്ത്ര്യം, 3 ഇക്വാളിറ്റി തുല്യത, 4 ഫ്രറ്റേണിറ്റി. ഈ 4 പ്രിൻസിപ്പിൾസാണ് ഇന്ത്യൻ ഭരണഘടനയെ ഇത്ര ജീവസുറ്റതാക്കി മാറ്റുന്നത്. കേൾക്കുമ്പോൾ ഇതൊരു സെക്കുലർ പ്രിൻസിപ്പിൾസായിട്ട് തോന്നാമെങ്കിലും ഇത് മനുഷ്യൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള ദൈവത്തിൻ്റെ 4 യൂണിവേഴ്സൽ കമാൻഡ്മെൻറ്റ്സാണ്. നമുക്ക് ഓരോന്നായിട്ടൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തത് സ്വാതന്ത്ര്യം. യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ തുടങ്ങുന്ന സന്ദർഭത്തിൽ കപ്പർനഹൂമിലെ സിനഗോഗിൽ വെച്ച് തൻ്റെ ആദ്യത്തെ പ്രസംഗത്തിൽ യേശുക്രിസ്തു പറയുന്നു, ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുവാനാണ് ഞാൻ വന്നത്. ലൂക്കോസ് 4-ാമത്തെ അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശുക്രിസ്തു നൽകുന്ന സ്വാതന്ത്ര്യം ഭൗതികമായ സ്വാതന്ത്ര്യത്തിനപ്പുറത്ത് നമ്മുടെ ചിന്താമണ്ഡലങ്ങളെയും വിശ്വാസങ്ങളെയും എല്ലാം പല ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ്. ഇതുപോലെ ഇന്ത്യൻ ഭരണഘടനയും ഓരോ ഇന്ത്യൻ പൗരനും വിവിധ തരത്തിലുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ വളരെയേറെ ശ്രദ്ധ ചെലുത്തിയിരിക്കുന്നു. 2-3 പ്രിൻസിപ്പിൾസ് ഇക്വാളിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റിയാണ്, തുല്യതയും സഹോദര്യവും. നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിൽ വ്യക്തികൾ തമ്മിലുള്ള വ്യത്യാസം വളരെ വലുതായിട്ട് നമുക്ക് അനുഭവപ്പെടാം. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മളെല്ലാം ഡീപ്ലി ഇൻ്റർ കണക്റ്റഡാണ്. ഈ മനുഷ്യരാശിയുടെ ഇൻ്റർ കണക്റ്റഡ്നെസ് ആണ് യേശുക്രിസ്തു നല്ല ശമരിയാക്കാരൻ്റെ ഉപമയിലൂടെ നമ്മളോട് പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് തന്നെയാണ് യേശുക്രിസ്തു പറയുന്നത്, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന്. ഇന്ത്യൻ ഭരണഘടനയും ഇതുപോലെ എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും തുല്യ അവസരങ്ങളും അവർ തമ്മിലുള്ള സാഹോദര്യവും ഉറപ്പുവരുത്തുന്നു. 4-ാമത്തെ പ്രിൻസിപ്പിൾസ് ജസ്റ്റിസ് അഥവാ നീതി. നമ്മുടെ മനസ്സിലേക്ക് ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ കേൾക്കുന്നത് കുറ്റവാളികൾക്ക് ലഭിക്കുന്ന ശിക്ഷയെപ്പറ്റിയോ ചില കോടതി നടപടികളെ പറ്റിയോ ആയിരിക്കും. അതല്ല യഥാർത്ഥ ജസ്റ്റിസ് എന്ന് യേശുക്രിസ്തു നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. വീണ് കിടക്കുന്നവരും താണു കിടക്കുന്നവരും ഒക്കെ സഹായിച്ച് അവരെയും നമ്മളെപ്പോലെയാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ ജസ്റ്റിസ്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 25-40 വാക്യത്തിൽ യേശുക്രിസ്തു പറയുന്നത്, നിങ്ങൾ ഈ ചെറിയവരിൽ ഒരുത്തന് ചെയ്തതൊക്കെയും എനിക്ക് വേണ്ടി ചെയ്തു എന്ന്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടനയിലും ഇന്ത്യയിലെ തകർന്നു കിടക്കുന്ന, ബുദ്ധിമുട്ടനുഭവിക്കുന്ന താണവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളും പദ്ധതികളും വിഭാവനം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ കേൾക്കുമ്പോൾ ലിബർട്ടി, ജസ്റ്റിസ്, ഇക്വാളിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി 4 സെക്കുലർ കൺസെപ്റ്റ്സ് ആയിട്ട് തോന്നുമെങ്കിലും ദേ ആർ ഡീപ്പ് യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഗോഡ്. നമ്മൾ മനോഹരമായ ഈ രാഷ്ട്രത്തിൽ ജനിക്കുവാൻ സാധിച്ചത് ഒരു വലിയ ഭാഗ്യമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ ഈ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന ഈ ദിവസം നമുക്ക് നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനുള്ള കടപ്പാടുണ്ട്. ഒരു നിമിഷം നമ്മുടെ തലകളെ ഒന്ന് വണങ്ങി നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞായർപ്പള്ളിക്കൂടത്തിൽ അടുത്ത ആഴ്ച എന്തൊക്കെ നോക്കാം. ദൈവം സ്നേഹം തന്നെ. നമ്മുടെ തിരുമേനിയപ്പച്ചന്റെ സന്ദേശം 3-ാം ഭാഗം. നമുക്ക് ചുറ്റും ദൈവസ്നേഹത്തിന്റെ ഉറവിടങ്ങൾ ഇനിയും എന്തൊക്കെ. ഇന്ന് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുകയാ സഹോദരൻ സ്നേഹം തന്നെ, സഹോദരി സ്നേഹം തന്നെ. വേദപുസ്തകത്തിലെ വനിതകൾ, വിശ്വാസികളുടെ ഹൃദയത്തിൽ സ്ഥാനം നേടിയ വനിതകളെ പരിചയപ്പെടുത്തുന്ന പരിപാടിയിൽ പുതിയൊരാൾ. അത് അടുത്ത ആഴ്ച ആരായിരിക്കും? മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന നീക്കുവാൻ കർത്താവ് എന്നെ കടാക്ഷിച്ചിരിക്കുന്ന നാൾ വന്നു എന്ന് പറയുന്നുണ്ട്. മിനി ചലഞ്ചിൽ അടുത്ത ആഴ്ച പ്രവർത്തനം.
കൂട്ടുകാരെ, അടുത്ത ആഴ്ച കാത്തിരുന്ന് കാണണം, മിസ് ചെയ്യരുത്. മാത്രമല്ല പുതിയ കൂട്ടുകാരെ കൂടെ കാണിക്കും. ഞാൻ പള്ളിക്കൂടത്തിൽ ഇനി ചലഞ്ച്, മിനി ചലഞ്ചിൽ കഴിഞ്ഞ ആഴ്ച ചോദ്യം എന്തായിരുന്നു നോക്കാം. ഈ ആഴ്ച ചോദ്യം തന്നെ. കുമാരനാശാന്റെ 100ാം ചരമവാർഷികം എന്നായിരുന്നു? ശരിയുത്തരം 2024 ജനുവരി 16 എന്ന് തന്നെയാണ്. ഒത്തിരി കൂട്ടുകാർ ശരിയുത്തരം അയച്ചിട്ടുണ്ട്. എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ. നമുക്ക് ഈ ആഴ്ച വരെ ആരെങ്കിലും സമ്മാനം കൂടുതലായിട്ട് നേടിയിട്ടുണ്ടോ നോക്കാം. നിത്യ എൽസ എബ്രഹാം, ജോഹാൻ പി ജിജി, ഹെലൻ എൽസ, സാവിയോ ടോം മജു, സൈറ മറിയം മജു, കൃപ എസ് മറിയം. എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ. എല്ലാ കൂട്ടുകാരും ക്ഷമയോടെ ശ്രദ്ധയോടെ ഉത്തരങ്ങൾ അയക്കുക. എല്ലാ കൂട്ടുകാർക്കും സമ്മാനങ്ങൾ ലഭിക്കും. 3 ആഴ്ച തുടർച്ചയായി ശരിയുത്തരം അയക്കുക എന്നത് അത്ര വലിയ കാര്യമൊന്നുമില്ല. എല്ലാ കൂട്ടുകാരും ശ്രമിക്കുക. നമുക്ക് ഈ ആഴ്ചത്തെ ചോദ്യം ഉണ്ടാകും. 2024 റിപ്പബ്ലിക് ദിനം എന്നാണ്? ഉത്തരങ്ങൾ അയക്കേണ്ട അവസാന തീയതി 2024 ജനുവരി 30 വൈകിട്ട് 5 മണി. വാട്സപ്പ് നമ്പർ 9496526410. പ്രിയമുള്ള കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാരും പങ്കെടുക്കാം. നിങ്ങളുടെ എല്ലാ കൂട്ടുകാരെയും പങ്കെടുപ്പിക്കണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ നമ്മുടെ യൂട്യൂബിലെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്നവർ 27131000 എന്ന ഫോൺ നമ്പർ പുറത്തു വയ്ക്കുക. ഞായർപ്പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ 7 മണിക്ക് ലൈവാണ്. പിന്നീട് 11:30 OSSI ബോധനം ചാനലിലും OSSIബോധനം.org എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ്. വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ്. മുടങ്ങാതെ കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ആഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ചാറ്റൻ സന്തോഷത്തിന് ബൈ പറയുന്നു. എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കും.